എല്ലാവർക്കും സുഖമാണോ? സത്യം പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഇത്രയും കട്ടല് പോലെയുള്ള ഓഡിയൻസിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എല്ലാരും നന്നായിട്ടൊന്ന് കൂവിക്കേ. താങ്ക് യു സോ മച്ച്. ദൈവം കാത്ത് നമുക്ക് US വിസ കിട്ടി. മെയ്യിൽ ആദ്യമായിട്ട് അമേരിക്കയിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ നിന്ന് നേരെ നമ്മള് ഇന്ത്യലൈപ്പൻ ക്ഷേത്രത്തിലേക്ക്. അപ്പൊ നസ്ലിൻ ഈ വേദിയിലേക്ക് വരികയാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആറ്റിങ്ങിൽ ഇതിനു മുമ്പ് വന്നിട്ടില്ല. അതേ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. നിന്നെ ഞാൻ പണ്ട് പോലെ പുറകെ കിടക്കണ കുട്ടിയല്ലേ നീ. എല്ലാവർക്കും നമസ്കാരം. ഹായ് ചേട്ടാ, എന്തൊക്കെയുണ്ട്? ആറ്റിങ്ങൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ആറ്റിങ്ങൽ വന്നപ്പോ തന്നെ നമ്മുടെ സുരേഷ് കൃഷ്ണൻ ചേട്ടൻ എന്നോട് പറഞ്ഞത്, എന്റെ ബിനീഷ് വസതി ഒട്ടുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ആറ്റിങ്ങൽ വന്നാൽ നീ ഒരു മണൽ എറിഞ്ഞാൽ പോലും അത് താഴെ വീഴില്ല. അത്രയ്ക്ക് ജനപ്പെരുപ്പമായിരിക്കും. പിന്നെ നമ്മുടെ ഷൈന്റെ വരവായിരുന്നു. എന്നെ ഇഷ്ടപ്പെടാത്ത ആരില്ല. ഇത്രയും ജനത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്റെ മക്കളെ. സത്യം പറഞ്ഞ ഇങ്ങോട്ട് ഞാൻ ഈ പരിപാടി കഴിഞ്ഞ് മുന്നോട്ട് പോവില്ലോന്ന് പോലും എനിക്ക് അറിയില്ല. ആര് കാടനാ വേടനൊക്കെ വരൂടാ. നീ ഒന്ന് കുറച്ച് വേറ്റിടാ. ആരാണ് അവിടെ കാണുന്നത്? നിനക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഈ ജനസാഗരത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ തന്നെ നമ്മൾ സാധാരണയായി ഡ്രസ്സ് ധരിക്കുന്നത് അകലാവണ്യം കാണിക്കാതിരിക്കാൻ വേണ്ടി. ഇത് ഏത് വലയിലാണ് ഇത്? അകത്തുള്ള എല്ലാം കാണാം. ഈ ഇദ്ദേഹം എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യരാജാണ്. മാത്രമല്ല ഇദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായത് കൊണ്ടാണല്ലോ മഹേഷ് കുമാർ കറക്റ്റ് സമയത്ത് എത്തിയത്. അല്ലെങ്കിൽ കമ്മിറ്റിക്കാർ ഇദ്ദേഹത്തെ ഈ പരിപാടിക്ക് കഴിയുന്നവരെ നോക്കി നിർത്തണം. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ കഥ കഴിഞ്ഞിരിക്കും. അല്ലേ ഏത് തിരുവനന്തപുരത്തായാലും കാസർഗോഡായാലും ഇതേ അവസ്ഥ തന്നെ. നമ്മൾ വന്നാൽ കൈയടിയില്ല, മോദിജി വന്നാൽ വലിയ അത് അവിടുത്തെ ഒരു മര്യാദയാണ്. ഞാനൊരു മുഖ്യമന്ത്രി. ഹലോ മിസ്റ്റർ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കാമിയോട് മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്ന്? കർശനമായ നടപടി എടുക്കുന്നതായിരിക്കും നിങ്ങൾക്കെതിരെ. എന്താ മോദിജി? ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുന്നത്. അടുത്ത ദിവസം എന്തൊക്കെയുണ്ട് സൗണ്ട് ചെയ്യുന്നത്? സുഖമാണോ? ഇത്ര വർഷമായി കണ്ടിട്ട്. ഞങ്ങളുടെ മലപ്പുറത്ത് പോയാണ്. മലപ്പുറത്ത് വെച്ച് അതെ ഫോണിൽ സംസാരിക്കുന്ന സ്ത്രീ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അല്ലാതെ അങ്ങനെ ചെയ്ത് കർശനമായ നടപടി എടുക്കുന്നതായിരുന്നു. രാജേഷ്, നിന്റെ ജോലി നീ ചെയ്യുക. അല്ലെങ്കിൽ ഒന്നാമത് നീ കറുത്ത ഷർട്ട് ഇട്ടാണ് വന്നിരിക്കുന്നത്, ചുവപ്പല്ലേ. കറുത്തതായ ഇവിടെ കർശനമായ നടപടി ഉണ്ടാവും. നീ അതിന് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകും. മുഖ്യമന്ത്രിയെ കൊല്ലണം കാണിച്ചാൽ കർശനമായ നടപടി. ഞാൻ സൗണ്ട് ചെറിയ പാട്ടെടുക്കും.